പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരായ വിദ്വേഷ പ്രസംഗ പരാതികളിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇരു നേതാക്കൾക്കുമെതിരായ പരാതിയിൽ ബി.ജെ.പി, കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഏപ്രിൽ 29 രാവിലെ 11-നകം വിശദീകരണം നൽകണം. സ്ഥാനാർത്ഥികൾ, താരപ്രചാരകർ എന്നിവരുടെ കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഉത്തരവാദിത്തമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടികളുടെ അധ്യക്ഷന്മാർക്ക് നോട്ടീസ് നൽകിയത്. ജനങ്ങളുടെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വിഭജിച്ചു നൽകും. ശിവശക്തിയെ ഇല്ലാതാക്കാൻ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു. ഇന്ത്യ മുന്നണി ഹിന്ദു സംസ്കാരത്തിനെതിരാണ്. കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ളത് മുസ്ലിം ലീഗ് ആശയങ്ങൾ. കോൺഗ്രസ് രാമക്ഷേത്രത്തെ എതിർത്തു എന്നിങ്ങനെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. പ്രസംഗങ്ങളിലെ പെരുമാറ്റച്ചട്ടലംഘന പരാതിയിൽ തിങ്കളാഴ്ച 11 മണിക്കകം മറുപടി നൽകണമെന്നാണ് ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയ്ക്ക് അയച്ച നോട്ടീസിൽ നിർദ്ദേശിക്കുന്നത്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ബി.ജെ.പി രാജ്യത്തെ വിഭജിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ കോട്ടയം പ്രസംഗം, ഒപ്പം ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഭരണഘടന മാറ്റുമെന്ന കോയമ്പത്തൂർ പ്രസംഗം എന്നിവയ്ക്കെതിരായ ബി.ജെ.പി പരാതിയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയോട് കമ്മീഷൻ വിശദീകരണം തേടിയത്. മറ്റ് നേതാക്കൾക്കെതിരായ പരാതികളിൽ പെരുമാറ്റച്ചട്ടലംഘനം ആരോപിക്കപ്പെട്ട നേതാക്കൾക്ക് തന്നെ നോട്ടീസ് അയക്കുകയായിരുന്നു കമ്മീഷൻ ചെയ്തത്. എന്നാൽ മോദിയുടെയും രാഹുലിന്റെയും കാര്യത്തിൽ അവരുടെ പാർട്ടി വിശദീകരണം നൽകട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 77-ാം വകുപ്പ് പ്രകാരം താരപ്രചാരകർ, സ്ഥാനാർത്ഥികൾ എന്നിവരുടെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കെന്നാണ് ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ഉന്നത പദവിയിലുള്ളവരുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ ഉള്ളടക്കങ്ങൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. 2019 നരേന്ദ്രമോദിക്കെതിരായ പരാതികളിൽ നോട്ടീസ് അയക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാഞ്ഞത് കമ്മീഷനുള്ളിൽ തന്നെ തർക്കത്തിന് വഴിയൊരുക്കിയിരുന്നു. ഇത്തവണയും കമ്മീഷൻ അതേ നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനം ശക്തമായ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കെങ്കിലും നോട്ടീസ് അയച്ചുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖം രക്ഷിക്കൽ. റിപ്പോർട്ടർ, ദില്ലി.